അന്വേഷണത്തിലുള്ള നീക്കത്തെ CAG ചേർത്ത് വെക്കുന്നതിൻ്റെ യുക്തി എന്താണ്? CAGയുടെ റിപ്പോർട്ട്, അതിൻ്റെ കണ്ടന്റ് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ധനമന്ത്രിയാണ്, ഇന്നലെ മുഖ്യമന്ത്രി. അതിന് അപ്പുറത്തേക്ക് നമ്മുടെ മുന്നിൽ ഒന്നുമില്ല. ഈ വെളിപ്പെടുത്തിയതനുസരിച്ച് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? അതോ ശ്രീ സ്വരാജ് തന്നെ സഭയുടെ അവകാശ ലംഘനത്തെക്കുറിച്ച് ആകുലപ്പെടുന്നത് പോലെ ആ അവകാശം, സഭയുടെ അവകാശം എടുത്ത് ഉപയോഗിച്ച മന്ത്രിമാരാണോ? ഇവിടെ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തോടും മറുപടി പറയാം. ഞാനിവിടെ കൃത്യമായി പറഞ്ഞിരുന്നു, സംസ്ഥാന അന്വേഷണ ഏജൻസികളെയും കേന്ദ്ര ഏജൻസികളെയും താരതമ്യപ്പെടുത്തിയ ആ താരതമ്യത്തിലെ അങ്ങേയറ്റം ബാലിശമായ രാഷ്ട്രീയത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇന്ത്യ പോലൊരു രാജ്യത്ത് മതനിരപേക്ഷത കവർന്നെടുക്കപ്പെടുകയും, ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ പൗരത്വ പ്രശ്നങ്ങളൊക്കെ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ഇന്ത്യയുടെ നിലനിൽപ്പ് അപകടത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തൻ്റെ അന്ധമായ CPM വിരോധത്തെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി ഈ താരതമ്യം നടത്തിയതിലെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. രാഷ്ട്രീയ പാപ്പരത്വം ചൂണ്ടിക്കാണിച്ചത്. ശ്രീ സ്വരാജ് കാര്യമില്ല. ഇതുപോലെ ഒരു നിയമമാണല്ലോ ഒരു തരത്തിലുള്ള ആലോചനയുമില്ലാതെ ഈ സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ചത്. കേന്ദ്ര സർക്കാർ പോലും 66A പിൻവലിച്ചതിന് പിന്നാലെ ഇതുവരെ രൂപീകരിച്ചിട്ടില്ലാത്ത ഒരു കാടൻ നിയമമാണല്ലോ ഈ സർക്കാർ ഈ മന്ത്രിസഭയിൽ തന്നെ ചർച്ച ചെയ്ത് ഓർഡിനൻസായി ഇറക്കിയത്. ഇന്നത് പിൻവലിച്ചുവെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഈ ചർച്ചയിൽ ഇതുവരെ ആരും സംസാരിക്കുമ്പോൾ അങ്ങ് ഇടപെടാത്തതുകൊണ്ട് തന്നെ ഞാൻ പൂർത്തിയാക്കിയതിന് ശേഷം ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നതായിരിക്കും ഉചിതം. ഞാൻ ഏതായിരുന്നാലും കോൺഗ്രസ് പ്രതിനിധി അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അത് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങ് ചോദിച്ചിട്ടില്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന ഏജൻസികളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ, വിമർശനം ഉണ്ടെങ്കിൽ അത് സ്പെസിഫിക്കായി പറയാമല്ലോ. അതിനെന്താ തടസ്സം? വിമർശിക്കാമല്ലോ, നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ചർച്ച ചെയ്യാമല്ലോ. അതിന് പകരം അതും ഇതുമൊക്കെ കണക്കാണെന്ന് അങ്ങ് പറഞ്ഞ് വെടിപൊട്ടിക്കുമ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നു, അന്ധമായ CPM വിരോധം ഏത് അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ വെളിവാകുന്നത്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇപ്പോൾ CMO ഓഫീസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കല്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളുടെ അടിത്തറ ഇന്നതാണ് എന്നിവിടെ പറഞ്ഞു. ശരി, നിങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെതായ നിലയിൽ വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഞാൻ വിമർശിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞത് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്ന് വിമർശിച്ചത് ഓഫീസിനെയോ ഓഫീസിലുള്ള ഏതെങ്കിലും ഒരാളെയോ ആയിരുന്നില്ല. ഞങ്ങൾ വിമർശിച്ചത് മുഖ്യമന്ത്രിയെ തന്നെയായിരുന്നു. അന്ന് മുഖ്യമന്ത്രി തന്നെയായിരുന്നു പ്രതിസ്ഥാനത്ത് ജനങ്ങളുടെ മുമ്പിൽ. അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അദ്ദേഹം പങ്കാളിയായിട്ടുള്ള ഇടനിലകൾ, കച്ചവടങ്ങൾ, അദ്ദേഹം പങ്കാളിയായ കുറ്റകൃത്യം, അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാനാവില്ല. അങ്ങേക്ക് സംസ്കൃതത്തിൽ എന്ത് വേണേലും വ്യാഖ്യാനിക്കാം. നിങ്ങളുടെ വിമർശനത്തിന്റെ മഹനീയമായ തലം മറ്റൊന്നായിരുന്നു. ശരിയായിക്കോട്ടെ. പക്ഷെ ജനങ്ങളുടെ മുൻപാകെ അന്നുയർന്ന വിമർശനവും ഇന്ന് നിങ്ങളടക്കമുള്ളവരുടെ വിമർശനവും ആരും സംസാരിക്കുന്നതിന് ഇടയിൽ ചോദിച്ചില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് തടസ്സപ്പെട്ടു പോകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കണമെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ ഞാൻ ചുരുക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ പറഞ്ഞത് മുൻ മുഖ്യമന്ത്രിയുടെ PA ജയിലിലടക്കപ്പെട്ട സംഭവത്തെ നിങ്ങൾ താരതമ്യം ചെയ്തു. പ്രകടമായ വ്യത്യാസം. അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ്, ഇത് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് അല്ല. ഇനി പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് അല്ലാത്ത പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മേൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം ഏറ്റെടുക്കണം മുഖ്യമന്ത്രി എന്നാണെങ്കിൽ അതിന് കീഴ്വഴക്കം കാണുന്നില്ല, പൂർവാനുഭവം കാണുന്നില്ല. കൂമ്പർ നാരായണൻ കേസിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് രാജിവെക്കേണ്ടി വന്നത്. അന്ന് എന്ത് നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്? ഒരു ആരോപണം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് നേരെ വന്നാൽ ആ ആരോപണത്തിനിടയായിട്ടുള്ള വിഷയത്തിന്റെ മെറിറ്റിൽ അദ്ദേഹം നടപടി നേരിടേണ്ടി വരും. അത് സർക്കാരിന്റെ താല്പര്യമാണോ സംരക്ഷിച്ചത്? ഈ ന്യായമല്ലായിരുന്നല്ലോ ശ്രീ സ്വരാജ്. അങ്ങ് ഇങ്ങനെ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് മര്യാദകേടാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ ചോദിച്ചോളൂ. അതിന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാനുള്ള സമയം തരണം. അവസാനം അങ്ങ് ഓടിപ്പോകുന്ന പോക്ക് നടക്കില്ല. അതാണെങ്കിൽ ഇനിയും ചോദിച്ചോളൂ. സ്പ്രിംഗ്ലർ വിഷയത്തിലെ നിലപാടല്ല ഇതിലെ നിലപാട്. സ്പ്രിംഗ്ലർ വിഷയം ഞങ്ങൾ ഓൺ ചെയ്തതാണല്ലോ. അത് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യാനുസരണം ഒരു പകർച്ചവ്യാധിയുടെ മുൻപിൽ സംസ്ഥാന താല്പര്യത്തെ മുൻനിർത്തി ധൃതിയിൽ എടുത്തിട്ടൊരു നിലപാടാണ്, ഒരു നടപടിയാണ് സ്വീകരിച്ചത്. അതിനെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. അതെന്തുകൊണ്ട് ഇത്ര സമയമെടുത്തു എന്നുള്ള കാര്യം എനിക്കിപ്പോൾ വിശദീകരിക്കാൻ നിർവാഹമില്ല. നമുക്ക് അന്വേഷിച്ചിട്ട് പറയാം. എല്ലാവർക്കും അറിയാമല്ലോ, 4 മാസം ഈ അന്വേഷണം നടക്കുമ്പോൾ
എനിക്ക് ഈ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാനുണ്ട്. അങ്ങ് ആ സമയം എനിക്ക് തരാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതിനെ ഇടങ്കോലിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ വഴങ്ങില്ല. ഞാൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞുതരാം. അത് ആദ്യം മുതലേ പറയുന്നതാണ്. ബാക്കി രണ്ടുപേരോടും കാണാത്ത ഒരു അസഹിഷ്ണുതയാണ് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിച്ചോ ഞാൻ വഴങ്ങിത്തരാം. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തീർത്തതിന് ശേഷം വേണം ചോദിക്കാമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എനിക്ക് അവർ പറഞ്ഞവരോട് പ്രതികരിക്കണ്ടേ? അല്ല, നിങ്ങളുടെ പ്രസംഗം അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും പറഞ്ഞത് പോയിക്കൊണ്ടേയിരിക്കും. എന്താണ് ജോസഫിനെതിരെ സ്വരാജ് ആരോപണം ഉന്നയിച്ച് ജോസഫ് മറുപടി പറഞ്ഞു, വീണ്ടും സ്വരാജിന് മറുപടി പറയണം. അങ്ങനെ മാത്രമേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ടാവും, ഞാൻ പറഞ്ഞോട് അദ്ദേഹത്തിന് പറയാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അനന്തമായി കാണിക്കരുത് എന്നോട്. അല്ലല്ല, നോക്കൂ, സ്വരാജിന് 2 റൗണ്ടിൽ ഇഷ്ടം പോലെ സമയം ഞാൻ ഒരിക്കലും ഇടപെടാതെ തന്നെ തന്നിട്ടുണ്ട്. അതിനുശേഷം എന്റെ ന്യായമായ സംശയങ്ങളാണ്. എന്താ പറഞ്ഞതെന്നറിയോ? അല്ലല്ല, ആ തിണ്ടമെടുക്ക് കാണിക്കരുത്. നിങ്ങളുടെ ചർച്ചയിൽ കഴിഞ്ഞ തവണ ഞാൻ പങ്കെടുക്കുമ്പോൾ അരമണിക്കൂർ മുഴുവൻ ആളുകളും സംസാരിക്കുന്ന നിശബ്ദനായി ഞാൻ കേട്ടിരുന്നിട്ട് നിങ്ങൾ ചർച്ച അവസാനിപ്പിക്കുക ചെയ്തത്. അത് മര്യാദയല്ല. നിങ്ങൾ ആദ്യ റൗണ്ട് ആരോടും ചോദിച്ചിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചോദിക്കാം. ഇവർ പറഞ്ഞതിനോട് എനിക്ക് പ്രതികരിക്കണ്ടേ? എനിക്ക് പ്രതികരിക്കാനുള്ള എന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളെന്ന നിലയിലുള്ള അവകാശത്തെ നിങ്ങൾ എന്തിനു തടയണം? അത് മര്യാദയല്ലല്ലോ. ഞാൻ മറുപടി പറയാലോ. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ലെങ്കിൽ വേണ്ട. അല്ല, പറയാം. പക്ഷേ പ്രതികരിക്കും, മറുപടി നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി മാത്രമേ ചോദിച്ചുള്ളൂ. സ്വരാജ് പറഞ്ഞോളൂ. അത് ഞാൻ പറയാം. ഇത് പറഞ്ഞിട്ടേ പറയൂ. ഇത് പറഞ്ഞിട്ട് വരാം. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. സ്വരാജ് പറഞ്ഞോളൂ. BJP നേതാവിന്റെ ചാനലിൽ നിന്ന് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്, എനിക്കതിനോട് വിമർശനമുണ്ട്. നിങ്ങൾ അനുവദിക്കുകയും ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ചെയ്ത ഏറ്റവും അവസാനത്തെ ആയുധം എടുത്തു BJP നേതാവിന്റെ ചാനൽ. വസ്തുതാപരമായി തെറ്റാണ് പറഞ്ഞോളൂ. അല്ലെ, എല്ലാം പറഞ്ഞോളൂ. ശരി, അങ്ങനെ പറയും. ഞാനിവിടെ നിങ്ങൾ ചോദിച്ചാലാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായി വരട്ടെ. അത് പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാർ നടപടി സ്വീകരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറിച്ചുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാമായിരുന്നു. നിങ്ങളുടെ പ്രതിനിധികൾക്ക് അത് ഉപയോഗപ്പെടുത്തി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പ്രസ് കണ്ടിട്ടില്ല. ഇനി CAG യെ കുറിച്ച് ഇവിടെ പറഞ്ഞു അദ്ദേഹം, ഞാൻ പറഞ്ഞ തെറ്റാണെന്ന്. ഞാൻ പറഞ്ഞ തെറ്റെന്തെന്ന് പറ. ഞാൻ 2013 7 SEC ആണ് ഇവിടെ ഉദ്ധരിച്ചത്. അരുൺകുമാർ അഗർവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ്. അതിലെ വെർഡിക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ആ വെർഡിക്റ്റ് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ അത് തിരുത്തിക്കോളൂ. CAG റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ് എന്ന് നിരീക്ഷകനായി പങ്കെടുത്ത ആൾ ഇവിടെ വിശദീകരിക്കണം. പിന്നെ ഇവിടെ പറഞ്ഞു, ഇപ്പോ ആ റിപ്പോർട്ടിന്മേൽ നടപടിയെടുത്തതിനെ സംബന്ധിച്ച് അവതാരകൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ധനമന്ത്രി പറഞ്ഞതിലെ പ്രശ്നം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് പരിശോധിക്കട്ടെ, നിയമാനുസൃതം അവകാശ ലംഘനത്തിന് നോട്ടീസ് വന്നോട്ടെ. കോൺഗ്രസ് നേതാവ് ചോദിച്ചു. എന്തിനാ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? കോൺഗ്രസ് നേതാവ് ചോദിച്ചു, കല്യാണക്കുറി പോലെ വീട്ടിൽ കൊടുക്കുന്നതാണോ? തൃക്കാക്കര MLA കഴിഞ്ഞ പ്രാവശ്യം വാർത്താ സമ്മേളനം നടത്തി ഉള്ളടക്കം പുറത്തുവിട്ടപ്പോ കല്യാണക്കുറി പോലെ വീട്ടിൽ തന്നയച്ചതായിരുന്നോ? അപ്പൊ അതൊക്കെ പരിശോധിച്ചോട്ടെ. എന്റെ പ്രശ്നം, എനിക്ക് രാഷ്ട്രീയമുണ്ട്, എനിക്ക് നിലപാടുണ്ട്. എന്റെ പ്രശ്നം സഭയുടെ മുൻപാകെ വരാത്ത PAC പരിശോധിക്കാത്ത ഒരു റിപ്പോർട്ടിന്റെ അധികരിച്ച് ED അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ EDയുടെ പരിധി ലംഘിക്കലാണ്. അതിൽ എന്റെ അവകാശം ഞാൻ വിനിയോഗിച്ചു. അതിലെന്തിനാ നിങ്ങൾക്ക് ഇത്ര ക്രിമികടി? അതെന്റെ അവകാശമാണ്. അതെന്റെ പാർട്ടി നിർദ്ദേശാനുസരണം ഞാൻ നിർവഹിച്ചു, ഇനിയും നിർവഹിക്കും. പിന്നെ ഇവിടെ പറഞ്ഞു 118. ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്തിന്റെ ഒക്കെ പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ട് ചില കാര്യം വിട്ടുകളഞ്ഞ് പറയുന്നു. 118നെ സംബന്ധിച്ച് പറയുന്നു. എന്താ നിങ്ങളുടെയൊക്കെ നിലപാട്? സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു, അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നു. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വിമർശനമുണ്ട്. ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തിരുത്തണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അതോ അത് തിരുത്തരുത് എന്നാണോ ആഗ്രഹിക്കുന്നത്? തിരുത്തിയിട്ടില്ലെങ്കിൽ ഏകാധിപത്യം, സ്വച്ഛാധിപത്യം. തിരുത്തി കഴിഞ്ഞ അയ്യേ തോറ്റു, പിന്നോട്ട് പോയി. അതിനിടയിൽ അവതാരകൻ ഒന്ന് താങ്ങിക്കൊടുത്തു, 66 കേന്ദ്ര സർക്കാർ പിൻവലിച്ചില്ലെന്ന്. കേന്ദ്ര സർക്കാർ ഇതുപോലെ വിമർശനം കണ്ടിട്ട് പിൻവലിച്ചതാണോ? അവിടെയാണ് ഞാൻ നിങ്ങളുടെ നേരത്തെ ചാനലിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് സംശയം ഉന്നയിക്കേണ്ടി വരുന്നത്. 66 പിൻവലിച്ചത് എങ്ങനെയാ? സമൂഹത്തിൽ ഉയർന്ന വിമർശനത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതാണെന്ന് എനിക്കറിയാം. എന്തോ എങ്ങനെ 66 സുപ്രീം കോടതി റദ്ദാക്കിയതാണെന്ന് എനിക്കറിയാം. കേന്ദ്ര സർക്കാർ പോലും 66 പിൻവലിച്ചതിന് പിന്നാലെ
എന്തോ എങ്ങനെ 66 സുപ്രീം കോടതി അല്ലെങ്കിൽ പിന്നെ റദ്ദാക്കിയതാണെന്ന് സർക്കാർ എനിക്കറിയാം. പിൻവലിച്ചുവെന്ന് ആ സംസാരം ഒരു വാചകം കൂടി പറഞ്ഞു നിർത്താം. താങ്കൾ പറയുന്നതിനെ ഞാൻ നല്ല നിലയിൽ എടുക്കുന്നു. കാരണം CPM-ന്റെ ഇത്രയും മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് ഒരു നിയമം ഉണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള കുറവുകൾ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ തെറ്റുപറ്റാൻ പാടില്ലായിരുന്നു എന്ന വിമർശനത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. പണ്ട് ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റാത്തവരായി 2 കൂട്ടർ മാത്രമേ ഉള്ളൂ. ഒന്ന് ഗർഭസ്ഥ ശിശുക്കളും, ഒന്ന് ശ്മശാനത്തിലെ ശവശരീരങ്ങളും. ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും പെശകുകൾ പറ്റും, പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തും. ഇപ്പോൾ ചിലപ്പോൾ ശ്മശാനത്തിലെ ശവശരീരങ്ങൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും പുറമെ ഏഷ്യാനെറ്റിലെ വിനുവിനും തെറ്റുപറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാനത് സമ്മതിച്ചേക്കാം. പറ്റിയാൽ തിരുത്തും, വിമർശനം വന്നാൽ സ്വീകരിക്കും, അസഹിഷ്ണുതയോടുകൂടിയ ജൽപ്പനങ്ങളാണെങ്കിൽ തള്ളിക്കളയും. അത്രയേ ഉള്ളൂ.